നിലമേലിൽ ഗവർണർ കാണിച്ച ഷോ ഓഫിനെതിരെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് നാലാമത്തെ ഷോ ഓഫ് ആണെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ആദ്യത്തേത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ SFI പ്രതിഷേധത്തിനിടെ ഇറങ്ങി വന്നതും, രണ്ടാമത്തേത് ബജറ്റ് സമ്മേളനത്തിന് മുമ്പായ നയപ്രഖ്യാപനത്തിന് നിയമസഭയിലതും, മൂന്നാമത്തേത് റിപ്പബ്ലിക് ദിനത്തിലും, ഇപ്പോൾ നാലാമത്തേത് നിലമയിലും. അങ്ങനെ 4 ഷോ ഓഫ് ആണ് ഇപ്പോൾ ഗവർണർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഷോ ഒക്കെ കാണിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെയോ ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെയൊക്കെ വിരട്ടാമെന്ന് നോക്കിയാൽ അത് നടക്കില്ല എന്നുകൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇതിന്റെ അടുത്ത ഒരു മാസത്തിനിടയിൽ നടക്കുന്ന 4ാമത്തെ ഷോയാണ്. 1ാമത്തെ ഷോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം പോയ അവസരത്തിൽ SFI വിദ്യാർത്ഥികൾ കരിക്കുടി കാണിക്കുകയും അതിനെ തുടർന്ന് കാറിൽ നിന്നിറങ്ങി വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളോട് പെരുമാറുകയും ചെയ്ത സംഭവമാണ് 1ാമത്തെ ഷോ. 2ാമത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ളതാണ് 2ാമത്തെ ഷോ എന്ന് പറയുന്നത്. 3ാമത്തെ ഷോയാണ് ഇവിടെ റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്താൻ വന്നപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ഷോ ഉണ്ട്. ഞാനവിടെ കൂടെ ഉണ്ടായിരുന്നതാണ്. 4ാമത്തെ ഷോയാണ് ഇപ്പോൾ നിലമേൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ എന്ന് പറയുന്നത്. നിലമേൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനനേതാക്കന്മാർക്കെതിരെ പല രൂപത്തിലുള്ള സമരം സ്വാഭാവികമാണ്. ആ സമരത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടോ ക്രമസമാധാന നില ഉണ്ടാവുന്ന നിലയിലാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്. അത് പോലീസ് കൈകാര്യം ചെയ്യും. ഇത് മനഃപൂർവ്വം ബഹുമാനപ്പെട്ട ഗവർണർ താൻ ഇരിക്കുന്ന പദവി പോലും നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഗവർണർമാർ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി വെല്ലുവിളികൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറാണ് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം നമ്മളെ കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. കേരള ജനതയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും അവരുടെ ന്യായമായ ആവശ്യങ്ങളും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവർണർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി അവിടെ ചെല്ലണം എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ എന്ന് പറയുന്നത് DGP അവിടെ ചെല്ലണം, ചീഫ് സെക്രട്ടറി അവിടെ ചെല്ലണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള കാര്യം കൊണ്ട് സൂചിപ്പിക്കുകയാണ്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നിങ്ങൾ എത്രയോ പ്രാവശ്യം ആക്ഷേപിച്ചിരിക്കുന്നു. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. വളരെ മോശപ്പെട്ട മര്യാദയില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ സഹിച്ചും പുറത്തും കഴിയുകയാണ്, ജനാധിപത്യത്തെയും കേരളത്തിലെ ജനങ്ങളെയും ഓർത്തുകൊണ്ട്. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ഈ ഷോയൊക്കെ നടത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും വിരട്ടാമെന്നൊന്നും നോക്കേണ്ട. അതൊന്നും കേരളത്തിൽ വില പോവില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്ന്. ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം ആഭ്യന്തര സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സുരക്ഷാ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു എന്നുള്ളതാണ്. സുരക്ഷാ പോരായ്മ അദ്ദേഹത്തിന് ലോകത്താരോപണം വിളിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അദ്ദേഹത്തിന് ലോകത്താരോപണം വിളിക്കാനുള്ള അവകാശമുണ്ട്. വിളിച്ച് പറയട്ടെ. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തിലെ ഒരു മെമ്പർ മുതൽ രാഷ്ട്രപതിക്ക് വരെ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെ സംസ്ഥാനങ്ങളാണോ ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സേനയൊക്കെ തന്നെയായിരിക്കും അതിനെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം. അല്ലാതെ ഇതിൽ കേന്ദ്രസേനയെ വിളിക്കണം ഇല്ലെങ്കിൽ കേന്ദ്രസേനയെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ അത് വിളിക്കട്ടെ, അപ്പോൾ കാണാം എന്നാണ് വി ശിവൻകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് പറയുന്നിരിക്കുന്നത്. ഏതായാലും സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഗവർണർക്ക് വഴങ്ങണ്ട എന്ന നിലപാട് തന്നെയാണ് മന്ത്രിസഭയ്ക്കുള്ളത്, ഇവിടുത്തെ സർക്കാരിനും ജനങ്ങൾക്കും ഒക്കെ ഉള്ളത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്.